കാ കപ്പലണ്ടി മുട്ടായി, കാ കട്ടൻ കാപ്പി, ഇത് നാലും പഠിച്ചുകൊണ്ടാണ് ഞാൻ ബോംബെ പോകുന്നത്. അപ്പൊ എന്റെ കൂടെ ഒരു പ്രാക്ടിക്കൽ സ്റ്റുഡന്റ് ഉണ്ട് സെമിനാരിൽ പോകുന്നത്. അവൻ അവിടുത്തെ ഗുജറാത്തിയാണ്. നല്ല ലോക്കൽ ഭാഷ അറിയാം, ഹിന്ദി അറിയാം, മറാഠി അറിയാം. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ പുതിയ ബിൽഡിങ്ങിന്റെ പോർട്ടിക്കോയിൽ ഒരു 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് തലേന്ന് അവർ പണം ഉപേക്ഷിച്ച് പോയ സിമന്റിന്റെ മിശ്രിതം, ശാന്ത മിശ്രിതം, നിങ്ങൾക്ക് മനസ്സിലായ ശാന്ത മിശ്രിതം, അതായത് സിമന്റും മണലും ഒക്കെ ചേർത്ത് പണിയാനെടുത്തത് ബാക്കി വന്നത്, അല്പം ബാക്കി വന്നത് അവിടെ കിടപ്പുണ്ട്. ആ കൊച്ച് രാവിലെ വന്നിട്ട് ഇതിന്റെ ബിസ്ക്കറ്റ് തിന്നുന്ന പോലെ പൊട്ടിച്ച് വായിലിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞടാ, നീ പോയി ആ കൊച്ചിനെ വിളിച്ചോണ്ട് വരാം, അതിന്റെ പേരൻസിനെ വിളിച്ചോണ്ട് വരാം. അപ്പൊ അവൻ പോയി, അവനറിയാവുന്ന ഭാഷയിൽ അവരോട് പറഞ്ഞു, ഫാദർ വിളിക്കുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ടുവരാൻ. അപ്പൊ ഞാൻ നിർത്താനുള്ള സിമ്പലാണ്. അല്ല, ഇവിടുത്തെ രീതി എനിക്ക് അറിയത്തില്ല. ഇല്ല, ബിജു മേനോൻ ആ വെള്ളിമൂങ്ങ സിനിമ പറഞ്ഞ ആ ഫ്ലോ എങ്ങനെ പോയി. അപ്പൊ ഈ കൊച്ചിനെ അന്വേഷിച്ച് പോയി. കൊച്ചിനെ അന്വേഷിച്ച് പോയപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് പണി തുടങ്ങാൻ സമയമായി, ഇന്ന് വൈകിട്ട് കൊണ്ടുവരാം. വൈകിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നില്ല, നിങ്ങളുടെ സ്കൂൾ ഭയങ്കര തിരക്കാണ്. അവിടെ 7:30 തുടങ്ങി കഴിഞ്ഞാൽ 3:30 ആകുമ്പോൾ ഞാൻ വീട്ടിൽ വരാം. വൈകുന്നേരം കുഞ്ഞിനെ കിട്ടിയില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ അവരോട് ചോദിച്ചേടാ, കൊച്ചിനെ കണ്ടില്ലല്ലോ, കൊണ്ടുവന്നില്ലല്ലോ. അവൻ വീണ്ടും പോയി അന്വേഷിച്ചപ്പോ ഈ 3 വയസ്സുകാരി ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് മിസ്സായിട്ട് കാണുന്നില്ല. തലേന്ന് രാത്രിയിൽ ഈ കുഞ്ഞിനെ അവർ പുറത്തു കളഞ്ഞു. എങ്ങനെയോ കടുത്തെന്ന് എനിക്കറിയില്ല. അവിടെ CCTV ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ട്, മതിലും. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അവിടെ ഉള്ള ഒരാളുടെ കുഞ്ഞല്ലായിരുന്നു ആ കുഞ്ഞ്. അവർ മോഷ്ടിച്ചുകൊണ്ട് വന്ന കൊച്ചാണ്. ഫാദർ അതിനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു പോയി, പേടിച്ചുപോയി. പോലീസ് വന്നാൽ പിടിക്കും. ഈ കുഞ്ഞിനെ പുറത്തു കളഞ്ഞു. അവരുടെ ഗ്രൂപ്പുകാർ അവിടെ കാണുമായിരിക്കും, അവരിലെങ്ങനെയോ അവർ കൊടുത്തു. എനിക്ക് വലിയ സങ്കടമായിപ്പോയി. എന്റെ ക്യാമ്പസിൽ എന്റെ മോനെ 1.5 വയസ്സേ ഉള്ളൂ. 3 വയസ്സുള്ള ഒരു കുഞ്ഞ് വിശന്നിട്ട് രാവിലെ ഭക്ഷണമില്ലാതെ ശാന്ത മിശ്രിതം ബിസ്ക്കറ്റ് തിന്നുന്ന പോലെ വാരി നിന്നിട്ട് ഒരു 10 രൂപയുടെ പാർലെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ